അങ്ങനെ നമ്മുടെ ആര്യൻ്റെ അമ്മയും വന്നല്ലോ. ആര്യൻ്റെ അമ്മ നല്ലൊരു അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ജിസേലിൻ്റെ അമ്മ തിരിച്ചു പോകുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ മാത്രമല്ല എല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. ആര്യനോട് ക്ലൂ ഒക്കെ പലതും കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ആര്യൻ്റെ അമ്മയും ജിസേലിൻ്റെ അമ്മയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത്. ജിസേലിൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുഖത്ത് നോക്കി എല്ലാം വെട്ടി തുറന്ന് പറയും. ഇപ്പം ആര്യൻ്റെ ബ്രദറാണെങ്കിലും ആര്യൻ്റെ അമ്മയാണെങ്കിലും ഒരു ക്ലൂവും ആര്യന് കൊടുക്കുന്നില്ല. നീ ആലോചിച്ച് നന്നായിട്ട് ഗെയിം കളിച്ചാൽ മതി എന്ന രീതിയിലാണ് ആര്യൻ്റെ അമ്മയും ചേട്ടനൊക്കെ പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഔട്ടായി പോയാലും ഒരു വിഷമവുമില്ല. കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്നെ കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ ആ ചേട്ടനും അമ്മയും പറയുന്നുണ്ട്. ബിഗ് ബോസിനും ലാലേട്ടനൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ നിനക്ക് ആലോചിച്ച് നന്നിട്ട് ഗെയിം കളിക്കുമെന്നും പറയുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ബിഗ് ബോസ് പറയുന്ന പോലെ തന്നെ മാക്സിമം മലയാളമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു അമ്മയും നല്ലൊരു ബ്രദറും. നമുക്ക് നോക്കാം എന്താകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആദിലയും നൂറയും പറയുന്നു, നിങ്ങളെ ഞാൻ ദത്തെടുത്തിരിക്കുകയാണ് എൻ്റെ മക്കളായിട്ട്. നിങ്ങൾക്ക് ഇനി അമ്മ വന്നില്ലെന്നുള്ള വിഷമമേ വേണ്ട. ഞാൻ നിങ്ങളുടെ അമ്മയാണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര്യൻ്റെ അമ്മ. അതിന് തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മി നിൽപ്പുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആര്യൻ്റെ അമ്മയോ ബ്രദറോ ഒന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി ഇതിനിടയ്ക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.